തേജോമയീം നൈഷ്ഠികീം സ്നിഗ്ധാപാങ്കവിലോകിനീം ഭഗവതീം മന്ദസ്മിതശ്രീമുഖീം വാത്സല്യാ അമൃതവർഷിണീം സുമധുരം സങ്കീർത്തനാലാപിനീം ശ്യാമാംഗീം മധുസിക്തസൂക്തിം അമൃതാനന്ദാത്മികാം ഈശ്വരീം. ഓം അമൃതേശ്വര്यै നമഃ. ഓം അമൃതേശ്വര്यै നമഃ. ഓം അമൃതേശ്വര്यै നമഃ. ജഗജ്ജനനിയും മഹാഗുരുവുമായ അമ്മയുടെ പരമ പവിത്ര പാദാരവിന്ദങ്ങളിൽ കോടി പ്രണാമം. I humbly bow down at Amma's sacred lotus feet. അമ്മയുടെ എല്ലാ മക്കൾക്കും എൻ്റെ നമസ്കാരം. My namaskaram, loving greetings to all of Amma's children gathered here from various parts of the country and abroad. അഖണ്ഡ ചൈതന്യം സച്ചിദാനന്ദ രൂപിണിയായി സകല ജീവരാശികൾക്കും അമ്മയായി ഭൂമിയിൽ മനുഷ്യരൂപത്തിൽ അവതരിച്ചിട്ട് 71 വർഷങ്ങൾ തികയുന്നു. ഈ ശുഭ മുഹൂർത്തത്തിൽ ഞാൻ ആദ്യമായി പ്രാർത്ഥിക്കുന്നത്, നമ്മളെല്ലാവരും ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കേണ്ടത്, the undivided consciousness, pure bliss, incarnated on this earth 71 years ago. On this auspicious occasion, my wholehearted prayer, and yours too, should be. Can you sing this along with me, please? This is a Malayalam bhajan. However, most of you know this one. കാത്തിടുകമ്മേ കോമല വിഗ്രഹം കാരുണ്യപൂർവമീ മക്കൾക്കായി പാവമീ മക്കൾക്കു വേറില്ലൊരാശ്രയം പ്രേമസ്വരൂപമീ അമ്മ മാത്രം. ഓ അമ്മ, please, please, please protect your precious and most beautiful form, your body, for the sake of your children. There is no one else in this world for these poor, helpless children other than you, love-embodied, beautiful form. In reality, Amma alone can protect her body. അമ്മയുടെ അതിമനോഹരമായ മനുഷ്യരൂപത്തെ കാത്തു സൂക്ഷിക്കുവാൻ അമ്മയ്ക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്നുള്ളതാണ് പരമാർത്ഥം. കഴിഞ്ഞ 55 വർഷങ്ങളിലേറെയായി, ഒരുപക്ഷെ ജനിച്ച നിമിഷം മുതൽ അക്ഷരാർത്ഥത്തിൽ രാവും പകലും നിരന്തരം
അമ്മ ലോകത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചിരിക്കുന്നു. അമ്മ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഏറ്റവും ശക്തമായ ഉരുക്കുകൊണ്ട് നിർമ്മിച്ച ഒരു യന്ത്രമായിരുന്നുവെങ്കിൽ പോലും എന്നേ തേഞ്ഞ് ദ്രവിച്ചു പോയേനെ എന്ന്. ഒരുപക്ഷെ അമ്മയുടെ ശരീരം അമ്മ തന്നെ സങ്കല്പിച്ചുണ്ടാക്കിയ പഞ്ചഭൂതങ്ങളുടെ ഒരു ദിവ്യമായ ഒരു കൂട്ടുകൊണ്ട് ഉണ്ടാക്കിയതായിരിക്കാനേ വഴിയുള്ളൂ. I have heard Amma saying, even a body that has been made of the most powerful steel, solid steel, pure steel, unadulterated steel, it would have worn out long back. So it can only be believed that Amma's body is made from a special combination of Panchabhutas created by herself. അമ്മയുടെ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ യജ്ഞം ഇല്ല. There is no effort from Amma's level of consciousness. അവിടെ യജ്ഞം മാത്രമേ ഉള്ളൂ. യജ്ഞം ഇല്ല, യജ്ഞം മാത്രമേ ഉള്ളൂ. യജ്ഞം എന്ന് പറഞ്ഞാൽ ഇൻ സിമ്പിൾ മലയാളം ലാംഗ്വേജ് ഇറ്റ് മീൻസ് ഗിവിങ്. ഗിവിങ് ആൻഡ് ഗിവിങ് ആൻഡ് ഗിവിങ് and never taking back. Yajnam is effort and yajnam is effortlessness. എന്ന് വെച്ചാൽ അവിടെ ഡൂവർഷിപ്പ്, there is no doership attitude. കർത്തൃത്വ ബോധം ഇല്ല, അതുകൊണ്ട് തന്നെ അവിടെ കർമ്മവുമില്ല. There is no doership, hence there is no action. Sounds like a puzzle. കാറ്റിനും കടലിനും ആകാശത്തിനും ഒക്കെ എന്താണ് പ്രയത്നമുള്ളത്? Does any of the natural forces such as the ocean, the space, the sky, wind have any effort? Nothing. It just exists as they are. They just exist as they are. And that's why, that's the meaning when Amma says, I flow like a river. There is no effort. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ദേവീഭാവവും കൃഷ്ണഭാവവും ഒക്കെ തുടങ്ങിയ കാലത്ത് ഒരു ദിവസം മനോവേദന കൊണ്ട് മകളുടെ ജീവിതം ദുരിതപൂർണമാകുന്നു എന്നുള്ള വേദന കൊണ്ട് സുഗുണനച്ഛൻ ഒരു ദിവസം ദേവീഭാവത്തിൽ അമ്മയെടുത്ത് പോയി. ഈ കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നിട്ട് പറഞ്ഞു, എനിക്കെൻ്റെ കുഞ്ഞിനെ, എൻ്റെ മകളെ തിരിച്ചു നൽകണം. ഈ ദേഹത്തിൽ നിന്ന് ദേവിയും കൃഷ്ണനും ഒക്കെ പോകണം. അപ്പം അങ്ങനെയായിരുന്നു അന്ന് അക്കാലത്ത് വിശ്വാസം. എവിടെ നിന്നോ ദേവിയും കൃഷ്ണനും വരികയാണ് എന്നായിരുന്നു വിശ്വാസം. അങ്ങനെയല്ല എന്ന് അറിയാനുള്ള ആധ്യാത്മിക ബോധം അന്നുണ്ടായിരുന്നില്ല, ആർക്കും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾക്കും ഉണ്ടായിരുന്നില്ല. അച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, വളർത്തച്ഛ. അങ്ങനെയാണ് ഭാവസമയത്ത് വിളിക്കുക. ഈ ശരീരത്തെ മാത്രമേ നിങ്ങൾ ജനിപ്പിച്ചുള്ളൂ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അവകാശപ്പെടാം. ആത്മാവ് സർവവ്യാപിയാണ്, അതാർക്കും സ്വന്തമല്ല, അതിലാർക്കും അധികാരം സ്ഥാപിക്കാനും സാധിക്കില്ല. പക്ഷേ സൂണനച്ഛൻ വീണ്ടും നിർബന്ധിച്ചു, എൻ്റെ മകളെ എനിക്ക് തിരിച്ചു വേണം. അപ്പോൾ എങ്കിലിതാ നിന്റെ മകൾ എന്ന് പറഞ്ഞ് അമ്മ ശരീരം ഉപേക്ഷിച്ചു, ജീവനറ്റ് നിലംപതിച്ചു. സുഗുണനച്ഛൻ പശ്ചാത്താപ വിവശനായി കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു. അങ്ങനെ 8 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ആ ശരീരം പുനർജീവിച്ചത്. ഈ സംഭവം നമുക്കറിയാം.
During the initial days of Devi and Krishna Bhavas, Sugunanachan, Amma's father, approached Amma and expressed his concern for the suffering of Amma's body, the suffering that Amma's body was going through. He asked for Devi and Krishna to leave his daughter, saying, "I want my daughter back." In response, the Holy Mother, Amma, calmly replied, "You can only possess the body. Nobody can possess the Atman, which is eternal, birthless, and deathless." But Sugunanachan insisted, "Let the goddess return to her abode. I want my child back." Amma replied, "If so, here is your daughter, take her." And then instantly, Amma fell unconscious outwardly. There was no sign of life on her body. She was dead. Realizing the gravity of the situation, Sugunanachan was filled with remorse. He cried and prayed profusely, and it was only after 8 hours before Amma regained consciousness. ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ഇതും ഇതുപോലെയുള്ള സംഭവങ്ങളും മനോബുദ്ധികളുടെ അധീശരാണ് അമ്മയെ പോലെയുള്ള മഹാപുരുഷന്മാർ എന്നാണ് ഈ സംഭവം പഠിപ്പിക്കുന്നത്. സ്വന്തം സങ്കല്പശക്തി കൊണ്ട് എന്തും നടത്താനും നടത്താതിരിക്കാനും ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തികൾ അവർക്കുണ്ട്. ജഡപദാർത്ഥങ്ങൾ പോലും അവർ പറയുന്നതനുസരിക്കും എന്നമ്മ പറയാറുണ്ട്. അതിൻ്റെ അനുഭവങ്ങൾ നമുക്ക് എല്ലാവർക്കുമുണ്ട്, മിക്കവാറും എല്ലാവർക്കുമുണ്ട്. നേരത്തെയുള്ള ഒരുപാട് മഹാത്മാക്കൾ അത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ജഡപദാർത്ഥങ്ങളെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്നത്, ജഡപദാർത്ഥം എന്ന് നമ്മൾ വിചാരിക്കുന്നവയെ കൊണ്ട്. So these incidents and similar incidents show that the great masters, incarnations such as Amma, can do anything and can also refrain from doing anything. 1987 അമ്മയുടെ ആദ്യത്തെ ലോകയാത്രയ്ക്ക് മുന്നോടിയായി ഞങ്ങൾ അമേരിക്കയിലെ വിവിധ നഗരങ്ങളിൽ 2 മാസത്തോളം യാത്ര ചെയ്ത് പരിപാടികൾ നടത്തിയ സംഭവം ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. അന്ന് ഏതാണ്ട് 6000 മൈൽ, അതായത് 10,000 കിലോമീറ്റർ ഞങ്ങൾ റോഡ് വഴി യാത്ര ചെയ്തത് ഒരു മുതുമുത്തച്ഛൻ വാനിലായിരുന്നു. മുതുമുത്തച്ഛൻ വാൻ എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അങ്ങനെയായിരുന്നു അത്. കാരണം 1987 ആരെ അറിയില്ല, അപരിചിതമായ നാട്, സഹായം അഭ്യർത്ഥിക്കാൻ ആളില്ല. അപ്പോൾ ഒരാൾ ഒരു വാൻ തന്നു. വളരെ സന്തോഷത്തോടെ സന്മനസ്സോടെ തന്ന ആ വാൻ, പല്ലുപോയ പശു എന്ന് പറയില്ലേ, ആണെങ്കിലും ദാനം കിട്ടുന്ന പശുവിൻ്റെ പല്ലെണ്ണി നോക്കരുതെന്ന് നമ്മുടെ നാട്ടിൽ പറയല്ലോ എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം നല്ല മനസ്സോടുകൂടി തന്നതാണ്. Prior to Amma's first world tour, we embarked on a 40-day pre-tour across the United States of America, visiting 12 to 15 cities. And one admirer donated an old van for the road trip, which covered 6,000 miles plus some detours, and altogether we had to cover nearly 10,000 kilometers. And without exaggeration, I can say that the van was an ancient relic. It was almost dilapidated. There were going to be 7 of us on this tour. All that we received for our use back then were similar gifts.
like gifts of barren cows. But they were all symbols of love, unstinted devotion and love towards അമ്മ. സോ ഇവിടുന്ന് യാത്ര തിരിക്കുമ്പോൾ അമ്മ പറഞ്ഞു, മക്കളെ, അമ്മ കൂടെയുണ്ട്, അമ്മയുടെ സങ്കല്പം കൂടെയുണ്ട്. അമേരിക്ക എന്ന മഹാരാജ്യം, തികച്ചും അപരിചിതമായ ജനങ്ങൾ, സമ്പ്രദായങ്ങൾ, സംസ്കാരം. അമ്മ കൂടെയുണ്ട് മക്കളെ, അമ്മയുടെ സങ്കല്പം കൂടെയുണ്ട് എന്ന മഹാവാക്യം മാത്രമായിരുന്നു ഞങ്ങൾക്ക് ഏകത്തുണ. So it was my first foreign tour in an unfamiliar world with a totally different culture and customs. And our only faith was in Amma's words, Amma is with you. Amma's Sankalpa is with you. And when we needed assistance from unknown and unfamiliar people, from out of the blue came. അങ്ങനെ അമ്മയിൽ സമർപ്പിച്ച് ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. അന്നു മുതൽ അടുത്ത 40 ദിവസക്കാലം എല്ലാ അർത്ഥത്തിലും ആ വാഹനം ഞങ്ങൾക്ക് ഒരു അഭയ കേന്ദ്രമായി, ആശ്രമം പോലെയായി. പാചകവും ഊണും ഉറക്കും ധ്യാനവും ജപവും യോഗയും എല്ലാം അതിനുള്ളിൽ. വിശ്വസ്തനായ ഒരു സുഹൃത്തിനെ പോലെ അത് ഞങ്ങളെ വഹിച്ചുകൊണ്ട് പോയി. ഇതെപ്പോൾ വേണമെങ്കിലും അന്ത്യശ്വാസം വലിക്കാം. വിജയമായ ഏതെങ്കിലും സ്ഥലത്ത് സഹായം ലഭിക്കാതെ കിടക്കേണ്ടി വരും, പ്രോഗ്രാം മുടങ്ങും. ഇങ്ങനെ ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു. ഇനി എന്ത് എന്ന് ആകുലപ്പെട്ടിരിക്കുമ്പോൾ എവിടെ നിന്നെങ്കിലും സഹായഹസ്തവുമായി ഒരപരിചിതനെത്തും. അങ്ങനെയോ എത്രയോ രൂപത്തിൽ, ഏതെല്ലാം പേരുകളിൽ, സാഹചര്യങ്ങളിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അങ്ങനെ മലയും മരുഭൂമികളും മഹാനഗരങ്ങളും ഗ്രാമപ്രദേശങ്ങളും താണ്ടി അമ്മയുടെ കഥകൾ പറഞ്ഞ്, അനുഭവങ്ങൾ പങ്കിട്ട്, കീർത്തനങ്ങൾ പാടി, സത്സംഗം, ധ്യാന പരിപാടികൾ നടത്തി ഞങ്ങൾ സഞ്ചരിച്ചു. 40 ദിവസങ്ങൾ ഒരാജ്ഞാനുവർത്തിയെ പോലെ ആ വണ്ടി, ആ പഴയ വണ്ടി ഓടി. ഞങ്ങളുടെ റോഡ് യാത്രയുടെ അവസാന സ്ഥലമായ വാഷിങ്ടൺ സംസ്ഥാനത്തിലെ മാഡിസൺ നഗരത്തിലെത്തി. അതായിരുന്നു ഞങ്ങളുടെ യാത്രയുടെ ലക്ഷ്യം. അവിടെ നിന്ന് പിന്നീട് ബസ്സിലും വിമാനത്തിലും ഒക്കെ ആയിട്ടായിരുന്നു യാത്ര. അവിടെ എത്തി, കൃത്യസ്ഥലത്തെത്തി, ആരോ ഏൽപ്പിച്ച ദൗത്യം ആത്മാർത്ഥമായി പൂർത്തീകരിച്ച വിശ്വസ്തനായ ആ സേവകൻ, ആ പഴയ വാൻ അവിടെ തളർന്നു വീണു. എത്ര ശ്രമിച്ചിട്ടും പിന്നീട് അത് ചലിച്ചില്ല. വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി പലരെയും കാണിച്ചു. അത്രയും ദൂരം, ഏതാണ്ട് 8000 മൈലുകൾ, 10000 കിലോമീറ്ററുകൾ ഈ വണ്ടി എങ്ങനെ ഓടി? ആരാണ് അതിന് ഊർജം പകർന്നത്? അത് അമ്മയുടെ സങ്കല്പം. മക്കളെ, അമ്മയുടെ സങ്കല്പം കൂടെയുണ്ട്, അമ്മ കൂടെയുണ്ട്. പ്രണമിച്ച് ഞങ്ങൾ വിട ചൊല്ലി ആ വണ്ടിക്ക്. കാരണം ആ വാഹനത്തെ കേവലം ജഡപദാർത്ഥങ്ങളുടെ, സ്റ്റീലിൻ്റെയും യന്ത്രങ്ങളുടെയും ഒരു മിശ്രിതമായി കാണാൻ കഴിഞ്ഞില്ല. പിന്നെ അമ്മയുടെ സങ്കല്പം പൂർത്തീകരിച്ച ഒരു ദിവ്യതയുടെ ഒരു സ്വരൂപമായി മാത്രമേ അതിനെ കാണാൻ കഴിഞ്ഞുള്ളൂ. As if an obedient servant of an unseen power, our mound, the van, the great grandpa, continued carrying us for 40 days without sulking or whining, even though we thought it would break down at any moment. And gradually our lives inside the van became suffused by an ashram atmosphere saturated of Amma's presence. And the trip was nearing its end. We reached our destination, Madison, Washington State. The day we arrived in Madison, our trusted friend, servant, the van, as if having sincerely fulfilled the task
that someone, some mysterious power who is not other than Amma, had assigned, it conked out, died. No matter how hard we tried, we could not get it run again. It also dawned on us that the old vehicle wasn't just a conglomeration of insentient metal and engine. We couldn't see it like that any other inert object. For us, it seemed to be a living being, a divine being that obeyed the orders of an unknown and mysterious power who is none other than Amma. And before leaving Madison, we performed Arati, offered flowers and prostrated and bid farewell to that good friend, which was the visible manifestation of Amma's resolve and had worn itself out in fulfilling its assigned duty. ജഡപദാർത്ഥങ്ങൾ പോലും മഹാപുരുഷന്മാരുടെ ആജ്ഞ അനുസരിക്കും എന്ന് നമ്മൾ പുരാണങ്ങളിൽ വായിച്ചിട്ടുണ്ട്, മഹാത്മാക്കളുടെ ജീവചരിത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവമാണ്. ഇതിനകത്തെ ലോജിക്ക് എന്താണെന്ന് ചോദിച്ചാൽ പറയാൻ സാധിക്കില്ല. ലോജിക്ക് കണ്ടുപിടിക്കേണ്ടവർ കണ്ടുപിടിച്ചോട്ടെ, അത് നമ്മുടെ ജോലിയല്ല, നമുക്കതിൻ്റെ ആവശ്യമില്ല. അമ്മയുടെ ഒരു ഭജനയുണ്ട്, അമ്മേ ഭഗവതി നിത്യകന്യേ ദേവി. അമ്മേ ഭഗവതി നിത്യകന്യേ ദേവി, എന്നെ കടാക്ഷിപ്പാൻ കുമ്പിടുന്നേൻ. അതില് 2 വരികൾ, ബ്രഹ്മാണ്ട കോടികൾ സേവിച്ചിടുന്നൊരു ബ്രഹ്മസ്വരൂപിണി കുമ്പിടുന്നേൻ എന്ന വരികളുണ്ട്. അപ്പൊ ഈ വരികള് അമ്മ പാടുമ്പോൾ, യു നോ ദിസ് ഭജൻ, ഈ വരികൾ അമ്മ പാടുമ്പോൾ ചിലർ പിറകിലിരുന്ന് പാടും, തെറ്റിച്ചാണെന്ന് തോന്നുന്നു പാടുന്നത്. അവർക്കറിയാതെ പാടുന്നതാണോ അറിഞ്ഞുകൊണ്ട് പാടുന്നതാണോ എന്ന് എനിക്കറിയില്ല. ബ്രഹ്മാണ്ട കോടികൾ സേവിച്ചിടുന്നൊരു ബ്രഹ്മസ്വരൂപിണി കുമ്പിടുന്നേൻ എന്നാണ്. ബ്രഹ്മാണ്ട കോടികൾ സേവിക്കുന്ന. അപ്പൊ ചിലര് പിറകിയിരുന്ന് പാടും, ഞാനും ചിലപ്പോൾ പാടും. ബ്രഹ്മാണ്ട കോടികളെ സേവിച്ചിടുന്ന ബ്രഹ്മസ്വരൂപിണി കുമ്പിടുന്നേൻ. രണ്ടും ശരിയാണ്. ബ്രഹ്മാണ്ട കോടികൾ സേവിക്കുന്ന, അതായത് who is being worshipped by the entire creation, sentient and insentient, who is being served by. അത് തിരിച്ചാലും who serves the entire creation, sentient and insentient. രണ്ടും കറക്റ്റാണ്, രണ്ടും ശരിയാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും, ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും ശരീരത്തിന് അതിൻ്റെതായ ചില ധർമ്മങ്ങളും പരിമിതികളുമുണ്ട്. ശ്രീകൃഷ്ണൻ്റെയും ശ്രീരാമൻ്റെയും മറ്റ് മഹാപുരുഷന്മാരുടെയും ഒക്കെ ജീവിതം അത് നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. ഒരിക്കൽ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ, ഈ അസാധ്യമെന്ന് തോന്നുന്നവയെ ഇത്ര അനായാസമായി അമ്മയ്ക്ക് എങ്ങനെ ചെയ്യാൻ കഴിയുന്നു? ഒരു ചെറുചിരിയോടെ അമ്മ ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്, നിങ്ങൾക്ക് എങ്ങനെ അനായാസമാക്കാതിരിക്കാൻ കഴിയുന്നു? So my question, once I asked Amma, how is it possible for you to perform which is seemingly impossible? Things that are seemingly impossible, how is it possible for you to perform them, to do them so effortlessly? That was my question. And Amma's answer was,
How are you not able to do it without? How are you not able to do it effortlessly? നിങ്ങൾക്ക് എങ്ങനെ അത് എഫർട്ട്ലെസ് ആയിട്ട് ചെയ്യാതിരിക്കാൻ കഴിയുന്നു എന്നാണ് അമ്മ ചോദിച്ചത്. How is it possible for you to do the work, whatever is assigned to you, effortlessly? ലോകമെമ്പാടുമുള്ള മനുഷ്യൻ ഉപയോഗിക്കുന്ന ചില പദപ്രയോഗങ്ങളുണ്ട്, എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. This is a common expression that people use all over the world. I understand you. ആരെങ്കിലും ഭയങ്കര പ്രശ്നമാണ്, വീട്ടിൽ പ്രശ്നം, ജോലിസ്ഥലത്ത് പ്രശ്നം, പിന്നെ ആരോഗ്യ പ്രശ്നം. I understand you. I understand your heart. I understand your pain. അല്ലേ? ദിവസവും നമ്മൾ പറയും. Every single day this is being repeated like a broken record several times. Both at home, at workplace, and also among friends. I understand you. I understand your heart. I understand your pain. വാസ്തവത്തിൽ മറ്റേ വ്യക്തിയുടെ മനസ്സോ അവരുടെ വേദനയോ അവരുടെ പ്രശ്നങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടാണോ ഇങ്ങനെ പറയുന്നത്? In reality, do you really understand them? Do you really understand their pain? Do you really understand their heart? Do you really understand the intensity of their problems? No. It's just a habit. ഒരു ഹാബിറ്റ്, ചുമ്മാ അങ്ങ് പറയുക, അത്ര തന്നെ. നമ്മളെപ്പോഴും ഈ വളവളാന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്ന ആളുകളല്ലേ, അപ്പോൾ അത് കൂട്ടത്തിൽ കിടക്കട്ടെ എന്നുള്ളതാണ്. ഒരു ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു, നാളെ ഭാര്യ ചോദിക്കുകയാണ്, നാളെ നമ്മുടെ വിവാഹ വാർഷികമാണല്ലോ, എങ്ങനെ ആഘോഷിക്കും? അപ്പോൾ ഭർത്താവ് പറഞ്ഞ, ഒരു കാര്യം ചെയ്യാം, 6 മുതൽ 6 വരെ മൗനവ്രതം എടുത്താലോ? Wife asked the husband, tomorrow is our wedding anniversary. How do you like to celebrate? And the husband said, 6 to 6 silence. ഇതാണ് അണ്ടർസ്റ്റാൻഡിങ്. This is the depth of our understanding. The day before I traveled to Kuwait I think it was in April. And the day before I traveled, I sat beside Amma and observed her giving darshan. Observation is very important. Whenever you spend time next to Amma, observe. Simply observe. വെറുതെ അമ്മയെ നിരീക്ഷിക്കുക, അതൊരു ധ്യാനമാകും. Observation leads to meditation. So that should be the purpose. The purpose of sitting next to Amma, the purpose of sitting in Amma's presence, whether you're sitting there or here next to Amma's chair or wherever, the purpose should be to observe her. And if you are able to observe Amma sincerely, wholeheartedly, that automatically becomes meditation. ഇത് നമ്മുടെ എല്ലാ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. Observation leads to meditation. So I was sitting next to Amma and I was observing Amma. An elderly lady with a severe Alzheimer's was brought for darshan. ഞാൻ അടുത്തിരിക്കുമ്പോൾ ഒരു മറവി രോഗം ബാധിച്ച ഒരു പ്രായം ചെന്ന ഒരു സ്ത്രീ, അവരെ അമ്മയടുത്തേക്ക് കുടുംബം കൊണ്ടുവന്നു. She was lost in her own world. അവരുടെ ലോകത്തിൽ അങ്ങനെ അൽസൈമേഴ്സ് മറവി രോഗം ബാധിച്ച രോഗികളെ കുറിച്ച് നിങ്ങൾക്കറിയാം. And the moment she saw Amma, she was surprised. And she believed that Amma was her elder sister who had passed away long time back. അവർ വിചാരിച്ചു അമ്മ അവരുടെ മൂത്ത സഹോദരിയാണ്, എന്നോ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ അവരുടെ മൂത്ത സഹോദരിയാണ് അമ്മ എന്നവർ വിചാരിച്ചു. ചേച്ചി, അങ്ങനെയാണ് വിളിച്ചത്. അമ്മയെ കണ്ടപ്പം അത്ഭുതത്തോടെ ചേച്ചി. ചേച്ചി മീൻസ് എൽഡർ സിസ്റ്റർ.
a respectful way of addressing your elder sister. And with great astonishment, she asked him, where have you been all the time? എവിടെയായിരുന്നു ഇത്രയും നാളും? I searched for you everywhere. എല്ലായിടും നോക്കി. Oh my God, I never thought I would see you again. വീണ്ടും ചേച്ചി കാണുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. വളരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഒരു സംഭവമാണ്. അമ്മ played along, pretending to be her sister. അമ്മ മറുത്തൊന്നും പറയാൻ പോയില്ല. അവരുടെ മൂത്ത സഹോദരിയായി തന്നെ പെരുമാറി. And reassured her, I was there. I was always there with you. But you just didn't see me. എന്നെ കണ്ടില്ല, അത്രയേ ഉള്ളൂ. And Amma lovingly embraced the lady, gently swaying her from side to side and singing a lullaby. Rariro, 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 rariro. And the lady calmed down and was very, very happy. ഒരു സംഭവം. Next, a young Spanish girl came for darshan and handed Amma a tiny flower. എവിടുന്നോ പറിച്ചു കൊണ്ടുവന്നാണ്. റോഡ് സൈഡിലൊക്കെ കാണുന്ന പോലത്തെ ഇവിടെ എവിടുന്നെങ്കിലും കിട്ടിയ ഒരു ചെറിയ പൂവാണ്. Amma smiled, took the flower and touched it on her head. അമ്മ അത് വാങ്ങി വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് വളരെ സ്നേഹപൂർവ്വം ഏതോ വലിയൊരു സമ്മാനം ആ കുട്ടി കൊണ്ടുവന്ന് കൊടുത്തതുപോലെ അത് അമ്മ വാങ്ങി. She then sat the girl on her lap and kissed her on both cheeks. രണ്ട് കവിളിലും ഉമ്മ കൊടുത്തു, മടിയിലിരുത്തി. The girl spoke to Amma in Spanish. ആ കുട്ടി അമ്മയോട് അതിന് സ്പാനിഷേ അറിയാവൂ. ആ സ്പാനിഷിൽ മാത്രം സംസാരിച്ചു. And Amma responded in മലയാളം. അമ്മ കേട്ടതും മറുപടി പറഞ്ഞതും ഒക്കെ മലയാളത്തിൽ. And their conversation continued for a few moments. ആ സംഭാഷണം കുറച്ച് സമയം നീണ്ടു നിന്നു. And it seemed like they understood each other. രണ്ടുപേർക്കും പരസ്പരം എല്ലാം മനസ്സിലായി. ഞാൻ വെറുതെ പറയല്ല, ശരിക്കും മനസ്സിലായി. അതാണ് ഹൃദയം. ഹൃദയത്തിൻ്റെ ശക്തി, ഹൃദയത്തിൻ്റെ ഭാഷയുടെ ശക്തി, പ്രേമത്തിൻ്റെ ശക്തി. അപ്പൊ ആ കുട്ടി കഴിഞ്ഞു. The next person in line, the next family in line was a businessman from Mumbai and his family. And it was their first darshan, but it did not feel that way. Amma spoke to them as if she had known them for a long time. She asked them about their family, their business, so on and so forth. There was a comfortable familiarity. അമ്മയ്ക്ക് ഈ അൺഫെമിലിയാരിറ്റി, അപരിചിതത്വം എന്ന് പറയുന്നതില്ലേ ഇല്ല. അത് അമൃതപുരിയാണെങ്കിലും ജപ്പാനാണെങ്കിലും അമേരിക്കയാണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും ഇറ്റലി ആണെങ്കിലും സ്പെയിൻ ആണെങ്കിലും റഷ്യ ആണെങ്കിലും ചൈനയാണെങ്കിലും ലോകത്തിൽ എവിടെയാണെങ്കിലും ഇനി അമ്മ ഇനി നടുക്കടലിനടിയിൽ കൊണ്ടുപോയാൽ അവിടെയും അമ്മ അവിടുത്തെ മത്സ്യങ്ങളും മറ്റ് കടൽ ജീവികളുമായിട്ടൊക്കെ സംസാരിച്ച് സുഖമായിട്ടിരുന്നോളൂ. ഇനി ആകാശത്തിനപ്പുറമുള്ള ഗ്രഹങ്ങളിൽ എവിടെങ്കിലും കൊണ്ടുപോയാൽ അവിടെ എന്തെങ്കിലും ജീവികളുണ്ടെങ്കിൽ അവരുമായിട്ട് അമ്മ വളരെ കംഫർട്ടബിൾ ആണ്. Unfamiliarity illa. So Amma spoke to this family in a very, very familiar way. There was a comfortable familiarity, and at that moment, while Amma was conversing with this family, Shakti was there. Shakti, a little boy Shakti, not the little boy Shakti, but our dog Shakti. He was there, and it seemed that he felt a little jealous. Suddenly he jumped from the other side of the darshan chair and stood in front of Amma, blocking everyone. അമ്മയുടെ മുമ്പിൽ എല്ലാവരെയും തടഞ്ഞു നിർത്തി അദ്ദേഹം അടങ്ങട്ടെ. ആരാടാ അധികാരം സ്ഥാപിക്കാൻ വരുന്നത്? അങ്ങനെ ഒരു ഭാവം ചിലപ്പോഴുണ്ട് അദ്ദേഹത്തിന്. ചില സമയത്ത് പെട്ടെന്ന് അമ്മയെടുത്ത് ആരെങ്കിലും ചെല്ലുന്നതോ അല്ലെങ്കിൽ അമ്മ ആരെങ്കിലും ആലിംഗനം ചെയ്യുന്നതോ അമ്മ ആരെങ്കിലും ആലിംഗനം ചെയ്യുന്നതോ ഒന്നും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ല. And he rested his head on Amma's lap. അമ്മയുടെ മടിയിൽ തലവെച്ചു. Gently tried to lift her hand, indicating that he also wanted to be caressed. അവനും വേണം തലോടൽ.
And with a mischievous child, Amma obliged and remarked, "Do you feel jealous?" What I mean is, it was such a great learning experience. ജീവിതത്തിൻ്റെ ഈ പാഠങ്ങൾ ഇങ്ങനെ മറിച്ച് 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 പഠിക്കുന്നത് പോലെ എത്ര മറിച്ചാലും പിന്നെയും പിന്നെയും പാഠങ്ങൾ പാഠങ്ങൾ പാഠങ്ങൾ, അന്തമില്ലാത്ത പാഠങ്ങൾ. ഇറ്റ് വാസ് ലൈക്ക് ലേണിംഗ് endless precious lessons. You turn the pages after pages after pages after pages and you continue learning. അതാണ് നമ്മൾ പറയുന്നത്, ജീവിതം അവസാനം വരെ പഠിക്കണം. That's why you have to be like a child, innocent. Learning never ends. The moment learning ends, you are done. So be like a child, Amma says. So every moment, Amma becomes like the other. ഓരോ നിമിഷവും മറ്റേയാളാവും. Switching roles. ഓരോ നിമിഷവും the next person, whether it is a child, animal, bird, human being, sick, old, from another country. Nothing matters. At the same time, Amma remains as she is. And this is love in the highest form. പ്രേമത്തിൻ്റെ ഗിരിശൃംഗം, ഉത്തുംഗ ശൃംഗം, അതിനപ്പുറം ഒന്നുമില്ല എന്ന് പറയുന്ന അവസ്ഥ. പക്ഷെ നമുക്ക് അമ്മയെ പോലെ ആകാൻ സാധിക്കില്ല എങ്കിലും we cannot be like Amma. However, we can also contribute our part and slowly, steadily grow and expand. അമ്മ പറയും, ലോകത്തില് എക്സ്പാൻഡ് ചെയ്യാൻ, വികസിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു സാധനമേ ഉള്ളൂ, അത് ഹൃദയമാണ്. മനുഷ്യ ഹൃദയത്തിന് മാത്രമേ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. The one and only thing in the entire world that has the capacity to expand. Keep expanding. Expand until it becomes like the entire universe. Until it can contain the entire creation. That's the heart. കഴിഞ്ഞ ദിവസം ഞാൻ വൃദ്ധയായ ഒരു അമ്മയെ കണ്ടു. ഈ റാമ്പിൻ്റെ അടുത്ത് ഞാൻ നിൽക്കുകയാണ്. ഒരു ആവശ്യത്തിനായിട്ട് അവിടെ പോയതാണ്. അപ്പോൾ ഒരമ്മ നെഞ്ചു പൊട്ടിക്കരയാണ്. The other day I was standing by the ramp. An elderly lady, she just came out after darshan. She was crying, shedding tears profusely, heartbroken. എന്നെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, പൊന്നുമോനെ, എനിക്കിനി അമ്മയല്ലാതെ മറ്റാരുമില്ല, എനിക്ക് മറ്റാരും അഭയമില്ല. And she saw her, she burst into tears and said, "My son, I don't have anyone else in this world other than Amma." കാര്യം എന്താണ്? അമ്മ പറഞ്ഞു, 1 ഏക്കറോളം ഭൂമിയും സാമാന്യം നല്ലൊരു വീടും ഉണ്ടായിരുന്നു. അത് മക്കൾക്ക് 3 പേർക്കായി എഴുതി കൊടുത്തു. വയസ്സുകാലത്ത് അവരെന്നെ നോക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പോൾ ഞാൻ വഴിയാധാരമായി. മക്കൾക്ക് 3 പേർക്ക് എന്നെ വേണ്ട. And the elderly lady said, I had 1 acre of land in my name and a fairly good house, and I partitioned it between my 3 children. I hoped that they would look after me in my old days when I am aged. But now they don't need me. They kicked me out of their house. I have become a burden for them. So ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഇച്ചിരി ഡീറ്റൂർ എടുക്കുകയാണേ. ഇവിടെ ഇരിക്കുന്ന അച്ഛനമ്മമാരോട് ഞാൻ പറയാണ്, ഒരു കാരണവശാലും ഒരു സാഹചര്യത്തിലും മക്കൾക്ക് സ്വത്തെല്ലാം കൂടെ എഴുതി കൊടുക്കരുത്. വയസ്സുകാലത്ത് നിങ്ങൾ അനാഥരാകും, ഒരു സംശയമില്ല.
നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാറ്റി വെച്ചതിന് ശേഷം മാത്രമേ കൊടുക്കാവൂ. ഈ മക്കള് പലരും അച്ഛനമ്മമാരെ പിന്നെ നോക്കാറുണ്ട് കേട്ടോ, സ്നേഹിക്കാറൊക്കെ ഉണ്ട്. അത് അവർക്ക് കൊച്ചുങ്ങളുണ്ടാവുമ്പോൾ അവർ അമേരിക്കയിലോ ഓസ്ട്രേലിയ ന്യൂസിലൻഡിലോ ഒക്കെ എവിടെയാണെങ്കിൽ ബേബി സിറ്റിങ്ങിന് വിളിക്കും. അച്ഛനും അമ്മയും ഭയങ്കര സ്നേഹമാണെന്ന് നാട്ടുകാരുടെ ബോധ്യപ്പെടുത്താം. സോ ദേ വിൽ ഓൺലി കോൾ യു ഫോർ ബേബി സിറ്റിംഗ്, നോട്ട് ഔട്ട് ഓഫ് ലവ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു സംഭവം, 2017 നടന്ന ഒരു സംഭവം. 63 വയസ്സുള്ള അമ്മ, ഇത് വലിയൊരു ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു. ഒരേ ഒരു മകൻ അമേരിക്കയിൽ. അമ്മ 1 വർഷമായിട്ട് മകനെ വിളിക്കുകയാണ്. അമ്മ ഒറ്റയ്ക്ക് ഒരു ഫ്ലാറ്റിലാണ്. ഇത് ബോംബെയിൽ നടന്ന സംഭവമാണ്. 1 വർഷമായിട്ട് മകനെ വിളിച്ചു, മകന്റെ റെസ്പോൺസ് ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് മകൻ അമ്മയെ വിളിച്ചു, അമ്മയുടെ റെസ്പോൺസ് ഒന്നുമില്ല. അമ്മയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. 1 വർഷം കഴിഞ്ഞ് മകൻ തിരിച്ചു വന്നപ്പം കണ്ടത് ഫ്ലാറ്റില് അമ്മയുടെ സ്കെലിറ്റനാണ്, അസ്ഥിപഞ്ജരം കണ്ടു. ഇത് വലിയ വാർത്തയായിരുന്നു. ഇത് A young man, the only son of a 63-year-old, had not spoken to his mother for the past year because her phone was switched off. He asked society members to check on his mother, but no one bothered. When finally he visited his mother, who resided in Mumbai, he tragically found her skeleton in her apartment. This was breaking news in 2017, indicating that the mother either committed suicide or had a natural death in 2016. Of course, it is important to consider the son's perspective. But this is a sad example of how modern sandwiched generation, modern relationships can sometimes lack care and attention. So, my point is, നമ്മൾ കണ്ടു നമ്മുടെ അമ്മ എങ്ങനെയാണ് ആളുകളെ മനസ്സിലാക്കുന്നത് എന്ന്. We just saw how Amma understands people. She really understands them. She really understands their heart. But it is not easy to understand others. Because to understand the other, you need tremendous maturity, love, courage, patience. അപ്പോൾ എങ്ങനെയാണ് മറ്റുള്ളവരെ മനസ്സിലാക്കുക എന്ന ചോദ്യത്തിന് ഉത്തരം മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് സ്വയം മനസ്സിലാക്കുക, അത് മാത്രമേ സാധിക്കൂ. So for the question, how do I understand others? The answer is, it's impossible to understand yourself. നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കിയാൽ ആ വെളിച്ചത്തിൽ മറ്റുള്ളവരെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും, മറ്റുള്ളവർക്ക് പ്രചോദനമാകും. 80കളിൽ ആശ്രമത്തിൽ സ്ഥിരം സന്ദർശകനായൊരു നാട്ടുകാരനുണ്ടായിരുന്നു. വാക്കിലും പെരുമാറ്റത്തിലും കണിക പോലും മര്യാദയില്ലെന്ന് തോന്നിക്കുന്ന പ്രകൃതക്കാരൻ, ഒരു ഭക്തനാണ്. ഒരിക്കൽ ഞാനും അദ്ദേഹത്തിൻ്റെ ഈ സ്വഭാവത്തിന് ഇരയായിട്ടുണ്ട്. അതും അനവധി ഭക്തന്മാരുടെ മുമ്പിൽ വെച്ച് കാര്യമായിട്ട് തന്നെ അദ്ദേഹം ആക്ഷേപിച്ചു. ഇത് 80 ഓർക്കണം, 80. അപ്പം ആശ്രമ കോളേജ് ജീവിതം കഴിഞ്ഞ് വന്ന സമയമാണ്. അപ്പം പ്രകോപനങ്ങളൊന്നുമില്ലാതെ ഉണ്ടായ ഈ ആക്രമണം എൻ്റെ അഹന്തയ്ക്ക് ഒട്ടും പിടിച്ചില്ല. അത് അങ്ങനെ ഒരു അനിഷ്ടമായി നീരസമായി ഉള്ളിൽ കിടന്നു. I remember an incident. It was in the 80s, early 80s. There was a man who was a regular visitor to the ashram, and he was known for his impolite behavior towards people. And his words were harsh, and his conduct was disrespectful. And I was also a victim
of his harshness. And once he rebuked me in front of many devotees. And ever since then, I disliked him. And I couldn't forgive him. ഒരു ദർശനവേളയിൽ ഞാൻ അമ്മയുടെ സമീപത്തിരിക്കുകയാണ്. അപ്പോഴതാ ആ സ്നേഹിതൻ ദർശനത്തിന് വരുന്നു. അയാൾ അമ്മയുടെ അരികിൽ എത്താറായി. പൊടുന്നനവേ എൻ്റെ മനസ്സിൽ അയാളോടുള്ള നീരസം എങ്ങനെ അങ്ങോട്ട് തിളച്ചു പോകാൻ തുടങ്ങി. അപ്പം മനസ്സിൽ വന്നാൽ ഓണസ്റ്റായിട്ടുള്ളവർ, ഓണസ്റ്റായുള്ള ആളുകൾ, ഞാൻ ഓണസ്റ്റ് ആണെന്ന് പറയല്ല, പക്ഷേ ഓണസ്റ്റായിട്ടുള്ളവർക്ക് ഞാൻ എപ്പോഴും പറയും 3 തരത്തിലുള്ള ഈഗോ ഉണ്ട്. ദർ ആർ 3 types of ego. One is really egoistic people, and the second is diplomatically egoistic people, and the third is humbly egoistic people. വളരെ വിനയ കുനിയനായി ഈഗോ കാണിക്കുന്ന ആളുകളുണ്ട്. എനിവേസ്, അപ്പം ഇദ്ദേഹം ഇങ്ങനെ അടുത്ത് വന്നപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഈ പഴയ അയാളെന്നെ ആക്ഷേപിച്ചതും ആ അനിഷ്ടം, ആ ദേഷ്യം മനസ്സിൽ വന്നു. അപ്പം ഞാൻ വിചാരിച്ചു എഴുന്നേറ്റ് പോയാലോ, കാരണം ഈ മനസ്സിൽ എന്തെങ്കിലും വന്നാൽ അത് മുഖത്ത് എന്തായാലും കാണും. അമ്മയുടെ അടുത്താണ് ഇരിക്കുന്നത്. അപ്പോൾ എഴുന്നേറ്റ് പോയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ വേണ്ട, അത് വേണ്ട, അത് അമ്മയുടെ ശ്രദ്ധയിൽപ്പെടും, അല്ലെങ്കിൽ തന്നെ അമ്മയുടെ ശ്രദ്ധയിൽപ്പെടും എന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് കണ്ണുകളങ്ങനെ മുറുക്കി അടച്ച് ഞാൻ അവിടെ ഇരുന്ന് അങ്ങനെ. പക്ഷെ കണ്ണടച്ചാൽ ലോകം പോകും. കണ്ണടച്ചാൽ ലോകം അപ്രത്യക്ഷമാവില്ല, ലോകം ഉള്ളിലാവും. അപ്പോൾ അയാൾ അമ്മയോട് സംസാരിക്കുന്നത് അയാൾക്ക് കേൾക്കാം. ഈ വ്യക്തി വളരെ നിർമര്യാദമായ ശബ്ദം, അരഗന്റ്, അഹന്തയുള്ള ശബ്ദം, മര്യാദയില്ലാത്ത ശബ്ദം. ഇത് കേട്ടപ്പോൾ എൻ്റെ മനസ്സ് വീണ്ടും പ്രക്ഷുബ്ധമായി. അപ്പം ഞാൻ കണ്ണറിയാതെ തുറന്ന് നോക്കി. യാതൊരു ആദരവിൻ്റെ ലക്ഷണം ഇല്ലാതെ, സാഹചര്യ ബോധമില്ലാതെ, ഒരു നിയതമായ ഭാഷയിൽ അയാൾ അമ്മയോട് സംസാരിക്കുകയാണ്. ആ പെരുമാറ്റം അതുപോലെ തന്നെ അപരിഷ്കൃതം. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അമ്മ ആ മനുഷ്യന് പറയാനുള്ളത് മുഴുവൻ തെല്ലും അലോസരമോ അക്ഷമയോ കാട്ടാതെ പുഞ്ചിരിച്ചുകൊണ്ട് കേട്ടിരുന്നു, ശ്രദ്ധയോടെ കേട്ടിരുന്നു. ഇതെല്ലാം കേട്ടിട്ട് തൻ്റെ സ്വന്തം കുഞ്ഞിനെ പോലെ അദ്ദേഹത്തെ വാത്സല്യപൂർവ്വം ആശ്ലേഷിച്ചു, പ്രസാദം നൽകി, കൈകളിൽ മുത്തം നൽകി. അയാൾ സന്തോഷത്തോടെ പോയി. So while sitting beside Amma one day, I saw him coming, this person coming for darshan. The moment I saw him in the darshan line, my mind repelled him. He seemed to be very arrogant even when he spoke to Amma. So I just did not want to see or hear him. I closed my eyes tightly and sat there, hoping not to see the outside world or forget the outside world. But when you close your eyes, the world is right there inside you. So, however, even though he was arrogant in his words and behavior, what surprised me was the way Amma responded to him. She was so sweet and loving as always. There wasn't even the slightest sign of annoyance or impatience on her face. On the contrary, Amma gave him a beautiful darshan, embraced him like a child and kissed him and playfully said, "You are Amma's darling child. Amma knows your heart. However, everyone may not understand you. So my son, be careful when you speak to others." സന്തോഷത്തോടെ അയാൾ മടങ്ങുമ്പം അമ്മ എന്നെ നോക്കി പറഞ്ഞ്, നല്ല മോനാണ്, നല്ല മോനാണ്, പണ്ട് മുതലേ വരും, ശുദ്ധഹൃദയന, പ്രകടിപ്പിക്കാൻ അറിയില്ല. ചിലർ അങ്ങനെയാണ്. അവരെങ്ങനെയോ അങ്ങനെ തന്നെ അവരെ നമ്മൾ സ്വീകരിക്കാൻ പഠിക്കണം. മറിച്ച് നമ്മുടെ സങ്കല്പത്തിനനുസരിച്ച് അവർ പെരുമാറണം, അവർ ചിന്തിക്കണം, അവർ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതാണ് കുഴപ്പം, അതാണ് തെറ്റ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ അത് അനിഷ്ടവും വിദ്വേഷവും ഒക്കെ ഉണ്ടാക്കും. അത് അവരുടെ കുഴപ്പമല്ല, നിന്റെ അഹങ്കാരമാണ് എന്ന് പറഞ്ഞു. വളരെ മഹത്തായ ഒരു ജീവിത പാഠം വളരെ ലളിതമായ രീതിയിൽ അമ്മ പഠിപ്പിച്ചു. അമ്മ then looked at me with a mischievous smile and said, "He's an old devotee, a very good son, good at heart.
But some people are like that. They are not able to express the love within them the way you expect. The way you expect. So accept them as they are. Conflict and hurt arise only when we want them to change and behave as we want. That's not their problem. It's our ego. So what a superb teaching of perfect understanding and compassion. Simple. So whenever we want to express a deep feeling of love, kindness, compassion, etc., we frequently use the word heart. Heart. Heart of the town, പറയാറില്ലേ? Heart of the city. അങ്ങനൊക്കെ പറയാറില്ലേ? My heart is not there. എൻ്റെ ഹൃദയമില്ല അതിൽ. My heart said so. എൻ്റെ ഹൃദയം അങ്ങനെ പറഞ്ഞു. My heart is closed. എൻ്റെ ഹൃദയം അടഞ്ഞിരിക്കുകയാണ്. My heart reached up to him or her. I lost my heart to her or him. ഇതെല്ലാം common expressions. And Amma also constantly reminds us to remain centered in the heart. And what is this heart? അമ്മയും നമ്മളോട് പറയുന്നുണ്ട്, മക്കളെ ഹൃദയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ, ഹൃദയത്തിൽ ധ്യാനിക്കുക. What is this heart? The Brihadaranyaka Upanishad says, Esha prajapati yad hridayam yadat edat brahma edat sarvam tad edat trayaksharam hridayamidi hri idi ekam aksharam abhiharandasme swaschanyacha ya evam veda da idi ekam aksharam dadatyasme swaschanyacha evam veda yam idi ekam aksharam edi swargam logam ya evam veda. This heart within us is God. Of all things inside us, the most inscrutable is the heart. It cannot be understood easily. The word used in Sanskrit is hridaya, a word with the 3 letters hridaya or hridayam, representing together the word heart. അപ്പം അമ്മ പറയാറുണ്ട്, ഈ ഹൃദയം എന്ന് പറയുന്നത്, this heart is one thing for the physician, the doctor, the biologist, or the biochemist. For the scientific person, the heart is that particular organ, part of the body that pumps blood and supplies energy to the lungs and to the different parts of the body. This is what is called heart in ordinary language, but it is another thing when used in a symbolical sense. Example, I cannot understand your heart. Yes, I understand your heart. അമ്മ പറയാറുണ്ട്, ഡോക്ടർ പറയുന്ന അല്ലെങ്കിൽ ഒരു ശാസ്ത്രജ്ഞൻ പറയുന്ന ഹൃദയമല്ല ഇത്, രക്തം പമ്പ് ചെയ്യുന്ന ഒരു അവയവം, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആധ്യാത്മിക ഹൃദയം, സ്പിരിച്വൽ ഹാർട്ട്. അപ്പൊ ഇതിന്റെ അർത്ഥം, as translated, the Sanskrit root of hൃദയം comprises 3 syllables. ഹൃ means to draw, to attract. ഞാൻ ഈ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇത് അമ്മയായിട്ടൊന്ന് ബന്ധപ്പെടുത്തി നോക്കണം. ഹൃ, to attract. Everything gravitates towards you. എല്ലാം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. ഈ പ്രകൃതി മുഴുവൻ, പ്രപഞ്ചം മുഴുവൻ, സർവ്വ ജീവരാശികളും. You become the center of attraction. You attract even the entire universe. And da, the second letter, the syllable, da means giving. To give. You keep giving. And because you keep giving, others also keep giving. It's a flow. The third syllable, yam, hridayam, means to go. Means to ascend to the highest peak of existence. ഏറ്റവും ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന, നമ്മളെയെല്ലാം ഏറ്റവും ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന. This is the ultimate meaning of hridayam, the heart. And we meditate on the heart because that's where God is seated, the point where you feel that you, in you, നിങ്ങളിലെ നിങ്ങളെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്ന, സ്പന്ദിക്കുന്ന, നിങ്ങൾ സ്പന്ദിക്കുന്ന, സ്പർശിക്കാൻ കഴിയുന്ന ആ സ്ഥാനം, അതാണ് ഹൃദയം.
ഇനി ഈ മൂന്നും കൂടെ വെച്ചിട്ട് അമ്മയെ നോക്കൂ. ഹൃ, എല്ലാത്തിനെയും ആകർഷിക്കുന്ന, everything gravitates towards her. Da gives and gives and gives, and because she gives, the entire creation gives back. Yam, she takes us to the highest peak of existence. അപ്പൊ ഈ ചരാചരങ്ങളുടെ മുഴുവൻ ഹൃദയം ഒന്നാണ്. ആ ഹൃദയം അറിഞ്ഞാൽ ആശയവിനിമയത്തിന് പ്രേമം എന്ന ഒരേ ഒരു ഭാഷ മതിയാകും. The heart is one. The heart of the entire universe is one. The heart of every creature is one. And once you know that heart, once you realize that heart, then you don't need a language, a particular language to communicate. അതുകൊണ്ടാണ് അമ്മയ്ക്ക് എല്ലാവരോടെയും സകല ജീവരാശികളോടെയും ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നതെന്ന് പറയുന്നത് തെറ്റാണ്. ഇറ്റ്സ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ്. ഷീ നോസ്, കണക്റ്റഡ്, ഇറ്റേണലി കണക്റ്റഡ്. അവരുടെ ഹൃദയം, അവരുടെ വേദന, അവരുടെ സൂക്ഷ്മമായ പ്രശ്നങ്ങൾ, വികാര വിചാരങ്ങൾ എല്ലാം, അതാണ് ദേശകാലാപരിച്ഛിന്നായൈ നമഃ. That's why Amma is glorified as Deshakala Parichinna, beyond the limitations of space and time. Because love is both concrete and abstract. Love is both tangible and a presence. And then when it is transformed to a presence, it becomes all pervasive. അതിൻ്റെ ഈ പ്രപഞ്ചത്തിലെ സകല ജീവരാശികളിലും നിറഞ്ഞു നിൽക്കുന്നതാണെന്ന് ബോധ്യപ്പെടും. അപ്പൊ അവിടെ ഫോംലെസ് ആകുന്നു ലവ്. ഇങ്ങനെയൊക്കെയാണ് എങ്കിലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അമ്മയുടെ ശരീരത്തിന് അതിൻ്റെതായ പരിമിതികളുണ്ട്. അമ്മയുടെ ദിവ്യ കോമള ശരീരം നമ്മുടെ ധ്യേയരൂപമാണ്. It's our form of meditation. Amma's beautiful form is our form of meditation. അതിനെ സംരക്ഷിക്കാനും കാത്തു സൂക്ഷിക്കാനും അമ്മ തന്നെ സങ്കല്പിക്കണം. എങ്കിലും അവ്യാജ കരുണാമൂർത്തിയായ അമ്മ നമ്മൾ മക്കളുടെ അപേക്ഷയും പ്രേമപൂർവമുള്ള പ്രാർത്ഥനയും തീർച്ചയായും കേൾക്കും. Only Amma can take care of her body, protect her body. However, Amma will definitely listen to the prayers of her children, the loving prayers, sincere prayers, wholehearted prayers of her children. അതുകൊണ്ട് let us pray to Amma. Can you sing with me, please? Please, together. കാത്തിടുകമ്മേ കോമല വിഗ്രഹം കാരുണ്യപൂർവമി മക്കൾക്കായി. പാവമീ മക്കൾക്കു വേറില്ലൊരാശ്രയം പ്രേമസ്വരൂപമീ അമ്മ മാത്രം. ഓം അമൃതേശ്വരിയൈ നമഃ.